ചൂടെണ്ണയിൽ കിടന്ന് മീൻ അങ്ങ് പുളഞ്ഞു മറയുകയാണ്. അതിന് തൊട്ടടുത്ത് ആവി പറക്കുന്ന ബീഫും ചിക്കനും പൊറോട്ടയും എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. 2 തരം ചിക്കനും 3-4 തരം ബീഫും. ഇത് പെട്ടെന്ന് കഴിക്കണമെന്ന് കരുതിയാൽ അതിനൊരു രക്ഷയുമില്ല. കാത്തിരുന്നേ മതിയാവൂ. അത്രയ്ക്ക് ആളുകളുണ്ട്. ഓരോ സീറ്റുകൾക്ക് പിറകിലും ഓരോ ആളുകൾ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒട്ടും ഇഷ്ടമില്ലാത്തൊരു രൂപമാണ് ആളുകൾ ഇങ്ങനെ പിറകിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഒരു രക്ഷയുമില്ല. ഒരു കല്യാണ വീട് പോലെ ഈ കാഴ്ച ഒരു വ്യത്യസ്ത അനുഭവമാണ്. കുറ്റിച്ചിറയുടെ അരികിലാണ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത്. ചാമ്പ്യൻ ഹോട്ടൽ. പതിറ്റാണ്ടുകളോടും ചരിത്രമുള്ള ഹോട്ടലുകളാണ് ഇവിടെയുള്ള പല ഹോട്ടലുകളും. ആളുകൾ ആ ചിറയുടെ അരികിലിരുന്ന് സൊറ പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓർഡർ ചെയ്ത ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടി. തനിച്ചു പോകുന്നത് കൊണ്ട് ഇതുപോലെ കുറച്ച് ഗുണങ്ങളുണ്ട്. ആരെന്നോ എന്തെന്നോ അറിയാത്ത കുറേ പേർ നമുക്ക് കൂട്ടായിട്ട് വരും. ഇന്ന് കൂടെ ഇരിക്കുന്ന 3 പേർ ഒട്ടും അറിയാത്ത ആളുകളാണ്. അവിടെ എത്തിയപ്പോഴാണ് ഭക്ഷണത്തിലൂടെ പരിചയപ്പെട്ടത്. ഒരു പൊറോട്ടയും ഒരു പഴംപൊരിയും ചിക്കനും ഓർഡർ ചെയ്തു. അവർ ബീഫും ചിക്കനുമാണ് ഓർഡർ ചെയ്തത്. ഇതിന് ഗ്രേവിയായി വരുന്നത് ഒരു ബീഫിൻ്റെ ഗ്രേവിയാണ്. ആ ബീഫിൻ്റെ ഗ്രേവി അതീവ രുചികരമാണ്. ഒരു നാടൻ രൂപത്തിലുള്ള ബീഫ് കറി. നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യാറുള്ള ബീഫ് കറിയുമായി നമുക്ക് തട്ടിച്ചു നോക്കാവുന്ന ഒന്ന്. ആദ്യം കഴിച്ചത് പഴംപൊരിയാണ്. 1-ാം തരം ഐറ്റം. ഇതിനു മുമ്പും ഇവിടെ നിന്ന് പഴംപൊരി കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മയ്ക്കാണ് വാങ്ങിയത്. അത് ഒട്ടും മോശമായില്ല. പിന്നെ പൊറോട്ട ഒന്ന് ട്രൈ ചെയ്തു. ആവറേജിന് മുകളിൽ കിടക്കുന്ന ഒരു പൊറോട്ടയാണ്. ചൂട് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇനിയും മുകളിലേക്ക് പോകുമായിരുന്നു. ചിക്കൻ ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ആ ഗ്രേവി മാത്രം മതിയായിരുന്നു. ഒരു 2-3 പൊറോട്ട ആ ഗ്രേവി വെച്ച് മാത്രം കഴിക്കാം. കൂടെ പഴംപൊരിയും. പഴംപൊരി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതീവ രുചികരമെന്ന് പറഞ്ഞാൽ പോരാ, 10-ൽ 10 തന്നെ കൊടുക്കാവുന്ന ഒരു ഐറ്റം. ഇതുപോലുള്ള ഒരുപാട് കൊച്ചു കടകളുണ്ട് നമ്മുടെ ഈ കോഴിക്കോട്ടെ സമീപ പ്രദേശങ്ങളിൽ. ഇവരൊന്ന് പ്രൊഫഷണലായിട്ട് പെരുമാറിയാൽ നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് വരെ ചിലപ്പോൾ ഒരു തട്ട് കിട്ടിയേക്കാം എന്ന് തോന്നുന്നു. ഇവർ പ്രൊഫഷണൽ ആകുമ്പോൾ ഇവർക്ക് തന്നെയാണ് അതിൻ്റെ ഗുണങ്ങളും ഉള്ളത്. നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ ചെയ്യേണ്ടത് ഇവരെ പോലുള്ള ആളുകളെ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ പൊറോട്ട നാടകങ്ങളല്ല നമുക്ക് വേണ്ടത്. നല്ല ഭക്ഷണം കിട്ടുന്ന ഇതുപോലുള്ള ഒരുപാടിടങ്ങളാണ്. സാധാരണപ്പെട്ട ആളുകൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതും എന്നോർക്കണം.